ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രദർശനി ശ്രദ്ധേയമായി. ആത്മനിർഭര ഭാരതത്തിലൂടെ രാജ്യം കൈവരിച്ച വികസന നേട്ടങ്ങളും ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിലെ ഭാരതത്തിന്റെ മുന്നേറ്റവും എക്സിബിഷന് മാറ്റുകൂട്ടി. 180-ലധികം പവലിയനുകൾ വ്യത്യസ്തമാർന്ന വിഭവങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയത്. മെയ് 7-ാം തീയതി ആരംഭിച്ച സുവർണ ജൂബിലി ആഘോഷം ഇന്നലെ സമാപിച്ചു. ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. വലിയ ഒരു എക്സിബിഷൻ നഗരിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒട്ടേറെ വിഷയങ്ങൾ വൈജ്ഞാനികമായി ബന്ധപ്പെട്ടത്, കാർഷികം, ആരോഗ്യം, അതോടൊപ്പം തന്നെ പുരാണ ഇതിഹാസങ്ങൾ സംബന്ധിച്ചും തിരുവനന്തപുരത്തിന്റെ ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഒട്ടേറെ പഴമ തുളുമ്പുന്നതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഒട്ടേറെ വിഭവങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ എക്സിബിഷൻ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പങ്കുവയ്ക്കാം. എക്സിബിഷൻ ഹാളിന്റെ ഹാള് തുടങ്ങുന്ന ആദ്യം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ISROയുടെ പവലിയനാണ്. ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ, അങ്ങനെ വൈജ്ഞാനികപ്രദമായിട്ടുള്ള എല്ലാം ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ISRO 1969 ആരംഭിക്കുമ്പോൾ മുതലുള്ള എല്ലാ റോക്കറ്റിൻ്റെയും സാറ്റലൈറ്റുകളുടെയും സ്കെയിൽ ഡൗൺ മോഡൽസ് ആണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. നമ്മുടെ ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റായ RH-75ന്റെ ആക്ച്വൽ മോഡൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റെല്ലാ മോഡൽസും സ്കെയിൽ ഡൗൺ മോഡൽസ് ആണ്. മാത്രമല്ല, ഇനി ഭാവിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന RLV എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ഉണ്ട്, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. അതിന്റെ മോഡലും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സതേൺ റെയിൽവേയുടെ ഒരു പവലിയനാണ് ഇത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആവി എഞ്ചിൻ മുതൽ അത്യാധുനിക എഞ്ചിൻ വരെയാണ് ഇവിടെ പ്രദർശനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. Railway has done so many achievements. Those achievements are being displayed here, and you can see those achievements in terms of different locomotives and coaches being shown in this display. So the exhibition begins with steam locomotives. Those steam locomotives were used in 19th century, and initially we are having two Nilagiri mountain railways. അതുപോലെ തന്നെ സാങ്കേതിക വളർച്ച വന്നതോടുകൂടി തന്നെ നഷ്ടപ്പെട്ടു പോയ ചില, അല്ലെങ്കിൽ നിലവിലിപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ചില ഉപകരണങ്ങളടക്കം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഈ പഴയകാല ലൈറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് ചില, അതിലേറ്റവും എടുത്തു പറയേണ്ടതാണ് ഈ ടോക്കൺ ഹൂപ്പ് എന്ന് പറയും. കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ ടോക്കൺ ഹൂപ്പ്. നിലവിൽ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഇത് സ്റ്റേഷൻ ടു സ്റ്റേഷൻ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ ടോക്കൺ ഹൂപ്പ് ഉപയോഗിച്ചിരുന്നത്. നിലവിൽ അത് ഉപയോഗിക്കുന്നില്ല. അതും കാഴ്ചക്കാർക്ക് കാണുവാനും ആസ്വദിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. തലസ്ഥാനം മാറുകയാണ്. ആ മാറ്റം നമ്മുടെ വിമാനത്താവളത്തിലും കാണാം. അങ്ങനെ വിമാനത്താവളത്തിന്റെ മാറ്റം എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവിടെ പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എയർപോർട്ട് വികസിപ്പിച്ചെടുക്കുമ്പോൾ ഉള്ള ഫൈനൽ മോഡലാണിത്. ഇപ്പോൾ ഉള്ള എയർപോർട്ടിനെക്കാട്ടിലും 3 മടങ്ങ് വലുതാകുന്നുണ്ട്. അപ്പോൾ അവസാനം 27 എയറോപ്ലെയിൻ നിർത്താൻ പറ്റുന്ന പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യും.
അപ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരു ഡിസൈനിലായിരിക്കും നമ്മൾ ഫൈനലി കെട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുക. എത്രയും പെട്ടെന്ന് തന്നെ പണി തുടങ്ങും. റബ്ബർ ബോർഡിന്റെ ഒരു പവലിയനാണ്. ഈ പവലിയനിൽ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, കത്തി, അതിൻ്റെ ഒരു വ്യത്യസ്തങ്ങളായ കത്തികൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. നാടൻ കത്തിയാണിത്. അത് ഇതാണെങ്കിൽ ജബോങ് കത്തി, ഇത് മലയൻ കത്തി എന്നോ ഇതാണ് ജബോങ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇതാണ് സ്ക്രാപ്പർ, നമ്മുടെ ഈ റെയിൻ ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ചുരണ്ടുന്ന സാധനം. പിന്നെ മാർക്കറും ഈ ടെംപ്ലേറ്റും കൂടെ, കാരണം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ്. മെഡിക്കൽ എക്സിബിഷൻ, ആ എക്സിബിഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീര അവയവങ്ങളെ ഫോർമാലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ശരീര അവയവങ്ങൾ ഓരോന്നും കാഴ്ചക്കാർക്ക് കാണുവാനും അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കടക്കം പങ്കെടുത്ത് ഇതിൽ ഓരോ അവയവങ്ങളും എന്തൊക്കെയാണ്, എന്തിനെ പറ്റിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളൊരു സൗകര്യം കൂടിയാണ് ഈ എക്സിബിഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനകത്തുള്ള പാർട്സ്, അതുപോലെ ലങ്സ്, ഹാർട്ട്, ഈവൻ നമുക്ക് സ്കെലട്ടൺ ഉണ്ട്, അതുപോലെ ഇയറിൽ ബോൺസ് റിലേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ A to Z ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണാടിന്റെ പഴയകാല നാണയങ്ങൾ, ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തെ തിരുവിതാംകൂറിന്റെ നാണയങ്ങൾ, അങ്ങനെ 2300 വർഷം പഴക്കമുള്ള വിവിധ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള നാണയങ്ങളുടെ ശേഖരം ഈ പ്രദർശനത്തിലുണ്ട്. അതോടൊപ്പം പഴയകാല വർത്തമാന പത്രങ്ങൾ, തിരുവിതാംകൂറിന്റെ ചരിത്രരേഖകൾ, അങ്ങനെയുള്ള പല ചരിത്രരേഖകളടക്കം ഇവിടെ ഈ ഒരു പ്രദർശനയിൽ ഈ പവലിയനിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന പവലിയനെ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ ചരിത്രം മുഴുവനും ആലേഖനം ചെയ്യുന്ന വിളംബര രേഖകൾ അടക്കമുള്ള ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മുദ്രപത്രങ്ങളടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ജന്മഭൂമിയുടെ 50ാം വാർഷികമനുബന്ധിച്ചുള്ള ഒരു പവലിയനാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് അതിൻ്റെ തീമിനനുസരിച്ചുള്ള പവലിയനാണ്. അത് തീം എന്ന് പറയുന്നത് വൈഭവ് ഭാരതം, വികസിത കേരളം, വിഷൻ അനന്തപുരി. ഈ 3 കാര്യങ്ങളും ഇന്നത്തെ എക്സിബിഷനിൽ നമ്മൾ സമന്വയിപ്പിച്ചിട്ടുണ്ട്. വൈഭവ ഭാരതത്തിലെ ഭാരതം കഴിഞ്ഞ ദശകങ്ങളിൽ നേടിയ ആ ഒരു വലിയ നേട്ടത്തിന്റെ ചിത്രമാണ് നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത്. ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ ഒരു വലിയ സന്ദേശം കൂടിയാണ് സമാജത്തിന് നൽകുന്നത്. വൈഭവ ഭാരതം, വികസിത കേരളം, വിഷൻ അനന്തപുരി, ഈ കാഴ്ചപ്പാടിൽ ഉൾപ്പെടുത്തിയുള്ള ഭാരതത്തിന്റെ വികസന സങ്കല്പങ്ങൾ ഈ പവലിയനിൽ, എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഇത് കണ്ട് ആസ്വദിക്കുവാനും മനസ്സിലാക്കുവാനും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അടുത്തറിയുവാനും സാധിക്കും. അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.